Hello class, this is something like a final remedial revision for the plus one English. അപ്പോൾ നമുക്ക് മോഡൽ എക്സാം ഉണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഒരിക്കൽ ഡിസ്കസ് ചെയ്തതാണ്. എങ്കിലും എക്സാമിന് തൊട്ട് മുമ്പ് ഫുൾ ടെക്സ്റ്റ് ബുക്ക്, അതിലെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ്, അതിലെ പോസിബിൾ ക്വസ്റ്റ്യൻസ്, അതിലെ ഇമ്പോർട്ടൻറ്റ് തീംസ് ഒന്ന് ക്വിക്ക്ലി റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പ്രസൻറ്റേഷൻ. സോ വി ഗോ ടു ദ ലാസ്റ്റ് ചാപ്റ്റർ ഫസ്റ്റ്. വി ആർ സ്റ്റാർട്ടിംഗ് ഫ്രം ദ ലാസ്റ്റ് ചാപ്റ്റർ ടുവേർഡ്സ് ദ ഫസ്റ്റ്. ദ ലാസ്റ്റ് ചാപ്റ്റർ ഹിയർ ഈസ് conceptual fruit. Okay, and I think you remember the summary of the story. What happens in the story is Greta, the leading character of the story, is a differently abled child, and she's sitting for her breakfast with her family, and her father is trying to engage her attention by creating a kind of virtual reality on the computer screen. അപ്പോൾ കമ്പ്യൂട്ടറിൽ ഇൻ്റർനെറ്റിൽ ഒരു വെർച്വൽ റിയാലിറ്റി സീൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ ഗ്രറ്റയുടെ അറ്റൻഷൻ പിടിക്കാൻ നോക്കുകയാണ് ഈ ഫാദർ. ആൻഡ് ഗ്രറ്റ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ്, ബട്ട് ആഫ്റ്റർ സം ടൈം ഷീ ഈസ് ആസ്കിങ് ക്വസ്റ്റ്യൻസ്. ഗ്രറ്റാസ് ഫാദർ ഈസ് ഡിസൈനിങ് എ ഹോം with a living room and a kitchen and with some fruits kept in the kitchen. അപ്പോൾ ഇതെല്ലാം കാണുന്ന സമയത്ത് ഗ്രറ്റ ഈസ് ഫൈനലി ആസ്കിങ് ദ ക്വസ്റ്റ്യൻ, these fruits are not real, they are just the names of the fruits. Could they be real എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഒരിക്കലും ഇൻ്റർനെറ്റിൽ ഈ കിട്ടുന്ന ഇമേജസ്, ഈ വെർച്വൽ റിയാലിറ്റി, ഇറ്റ് ഈസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ റിയാലിറ്റി എന്ന് ഈ അച്ഛന് സമ്മതിക്കേണ്ടി വരുന്നു. ദിസ് ഈസ് ദ ജിസ്റ്റ് ഓഫ് ദ സ്റ്റോറി. സോ ആക്ച്വലി വാട്ട് ഇസ് ദ തീം ഓഫ് ദ സ്റ്റോറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കഥയുടെ ഒരു പ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദർ ഈസ് നോ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് റിയാലിറ്റി വിത്ത് ദ ഹൈപ്പർ റിയാലിറ്റി ഓർ ദ വെർച്വൽ റിയാലിറ്റി ഓഫ് ഇൻ്റർനെറ്റ് എന്നാണ്. യാഥാർത്ഥ്യത്തെ പകരം വയ്ക്കാൻ ഇൻ്റർനെറ്റിലെ ഈ പ്രതീതി യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഇല്യൂസറി റിയാലിറ്റിക്ക് ഒരിക്കലും കഴിയുകയില്ല എന്നാണ് ഈ കഥയുടെ ഒരു പ്രമേയം. മാത്രമല്ല, ഇറ്റ് ഇസ് എ ഹ്യൂമനിസ്റ്റിക് സ്റ്റോറി ഇൻ ദ സെൻസ് ദാറ്റ് ദിസ് ഈസ് ഡീലിംഗ് വിത്ത് ദ ലൈഫ് ഓഫ് എ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ചൈൽഡ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഈ കഥ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത്. സോ വാട്ട് ആർ ദ പോസിബിൾ ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് പെർട്ടിക്കുലർ ചാപ്റ്റർ? നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ, ദർ കുഡ് ബി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് പ്രിസൈസ്ലി ഓൺ ഗ്രറ്റ, ഹെർ ഫാമിലി ആൻഡ് ദെയർ ആക്ടിവിറ്റീസ്. അതിനെയൊക്കെ കുറിച്ചിട്ടുള്ള ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ യു കുഡ് ബി ആസ്ക്ഡ് എ റിവ്യൂ ഓഫ് ദ സ്റ്റോറി, that whether you have appreciated the story, what are the plus points of the story, what about the language of the story, what about the plot of the story. ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് എ ക്വിക്ക് റിവ്യൂ ക്യാൻ ബി ആസ്ക്ഡ്. മറ്റൊരു പോസിബിൾ ക്വസ്റ്റ്യൻ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്ററിൽ നിന്നും ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിക്കാം. That paragraph question could be about the wishes of Greta. What kind of reality Greta wanted to be created on the internet. ഇൻ്റർനെറ്റിൽ ഗ്രറ്റയ്ക്ക് കാണാൻ ആഗ്രഹമുണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ള തരത്തിലുള്ളൊരു ചോദ്യം ചോദിക്കാം. ആൻഡ് in the text you find certain questions pertaining to the use of social media. So how to send a text message, ഒരു SMS മെസ്സേജിൻ്റെ അയക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുന്നത് എങ്ങനെയാണ്, ഇത്തരത്തിലുള്ള ഷോർട്ട് മെസ്സേജസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ചോദ്യങ്ങളുണ്ടാവാം. ഇനി അതല്ലെങ്കിൽ ഒരു ജനറൽ ക്വസ്റ്റ്യൻ which is usually asked for these exams is how to write an application and a resume. So to write an application letter and a resume എന്നുള്ളൊരു ഒരു പോസിബിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഇറ്റ് പ്രോബബ്ലി വിൽ ബി ക്യാരിങ് സം 8 marks. സോ യു നീഡ് ടു ബി പ്രിപ്പയറിംഗ് ഫോർ ദാറ്റ്. ഓക്കെ, യു വിൽ ബി ഗിവൺ എൻ അഡ്വർടൈസ്മെൻറ്റ്, ഒരു പരസ്യം തന്നിട്ടുണ്ടാവും, ആൻഡ് യു ആർ ആസ്ക്ഡ് ടു റെസ്പോണ്ട് ടു ദാറ്റ് അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ ഒരു ഫോർമൽ ലെറ്റർ തയ്യാറാക്കണം ടു ദ മാനേജർ ഓർ ടു ദ റിക്രൂട്ടർ ഓഫ് ദാറ്റ് അഡ്വർടൈസ്മെൻറ്റ്. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു റെസ്യൂമെ കൂടെ തയ്യാറാക്കണം. സോ ആപ്ലിക്കേഷൻ ലെറ്റർ, യു ആർ ഫെമിലിയർ വിത്ത് ദ ഫോർമാറ്റ്. You need to get the from address and the to address, then you need to have the subject and the reference and all those things, and you need to have a short introduction of yourself. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ തന്നെ ഒരു ഷോർട്ട് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന ഒരു ലെറ്ററാണ് ഒരു ആപ്ലിക്കേഷൻ ലെറ്റർ എന്ന് പറയുന്നത്. അതിനുശേഷം അതിൻ്റെ ഒരു ഫോളോ അപ്പ് ആണ് വാട്ട് യു കോൾ എ റെസ്യൂമേ ഓർ എ ബയോഡേറ്റ. ഓക്കെ, എ ബയോഡേറ്റ ഈസ് ഡിസ്ക്രൈബിംഗ് ദ കൈൻഡ് ഓഫ് അച്ചീവ്മെൻറ്റ്സ് യു ഹാവ് ഹാഡ്. നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള എഡ്യൂക്കേഷണൽ അച്ചീവ്മെൻറ്റ്സ്, പ്രൊഫഷണൽ അച്ചീവ്മെൻറ്റ്സ് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് കാണിക്കുന്ന ഒരു റെക്കോർഡിൻ്റെ പേരാണ് ബയോഡേറ്റ എന്നുള്ളത്, അല്ലെങ്കിൽ റെസ്യൂമേ എന്നുള്ളത്. ഈ രണ്ട് കാര്യം കൂടി ചേർത്ത് വെച്ചിട്ട് ഒരു ആപ്ലിക്കേഷൻ പ്ലസ് എ റെസ്യൂമേ എന്നുള്ളതും ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. Actually, it doesn't pertain to this particular chapter. It is general about the whole unit. The last unit ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്.
We go to the next chapter, chapter 18, which is Society Dead? Andrew Sullivan's chapter, Is Society Dead? ഈ ചാപ്റ്ററിൻ്റെ സമ്മറി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, as Andrew Sullivan is walking through the city of New York, he is surprised to see that the city is suddenly silent. Previously, the city used to be quite busy and quite noisy and quite active. അപ്പോൾ അതെല്ലാം മാറിയിട്ട് സിറ്റി പെട്ടെന്ന് സൈലൻ്റ് ആയിരിക്കുന്നു എന്നുള്ളത് ആൻഡ്രൂ സള്ളിവൻ നോട്ടീസ് ചെയ്യുന്നു. കാരണം എന്താണ്? എവ്രിബഡി ഈസ് സ്പോർട്ടിങ് ആൻ ഐപോഡ്. So how is technology affecting social life and social relations എന്നാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. iPod is a great invention and it is giving you a taste of a flavor of a lot of music. നമുക്ക് ആവശ്യമുള്ള പാട്ടുകൾ ഇഷ്ടം പോലെ കേൾക്കുവാനുള്ള ഒരു സംവിധാനം ഈ ഐപോഡിലുണ്ട്. But the problem is that you are turning more and more self-centered under the impact of this technology. ഈ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ സെൽഫ് സെൻറ്റേർഡ് ആയി വരുന്നു, സ്വാർത്ഥരായിട്ട് വരുന്നു. ഓക്കെ, ഇങ്ങനെ വരുന്ന സമയത്ത് വി ആർ കട്ടിങ് ഔട്ട് ഓൾ സോഷ്യൽ ക്യൂസ്, ഓൾ സോഷ്യൽ ലിങ്ക്സ് എന്നുള്ള ഒരു പ്രോബ്ലം വരുന്നു. അതിനെയാണ് ഈസ് സൊസൈറ്റി ഡെഡ് എന്നുള്ള ചാപ്റ്ററിൽ അഡ്രസ്സ് ചെയ്തത്. ആൻഡ് വാട്ട് ഈസ് ദ സൊല്യൂഷൻ ഫോർ ദിസ് പ്രോബ്ലം ദാറ്റ് ആൻഡ്രൂ സള്ളിവൻ ഈസ് സജസ്റ്റിംഗ്? He is suggesting that we need to be deliberately bypassing the impact of technology, especially entertainment technology. അപ്പോൾ ഈ ഐപോഡ് പോലെയുള്ള എൻ്റർടൈൻമെൻറ്റ് ടെക്നോളജിയെ മാറ്റിവെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഒരിക്കൽ കൂടെ സോഷ്യൽ ലൈഫിനെയും സോഷ്യൽ റിലേഷൻഷിപ്സിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് ഈ ചാപ്റ്ററിൽ പറയുന്നു. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ തീം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് ടെക്നോളജി ഓവർ സൊസൈറ്റി ആൻഡ് സോഷ്യൽ ലൈഫ് എന്നുള്ളതാണ്. സാമൂഹ്യ ജീവിതത്തിൻ്റെ മുകളിൽ എൻ്റർടൈൻമെൻറ്റ് ടെക്നോളജിക്ക് എന്തൊരു ബാഡ് ഇഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റും, അതിനെ എങ്ങനെ ബൈപ്പാസ് ചെയ്യാൻ പറ്റും, ആൻഡ് വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ബൈപ്പാസ്. ഇതിനെ അവോയ്ഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് സമൂഹ ജീവിതത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ളത് എന്ന് കാണിക്കുന്നു. ഓക്കെ, അതിന് പോസിബിൾ ക്വസ്റ്റ്യൻസ് നോക്കാം. യു ക്യാൻ എക്സ്പെക്ട് എൻ എസ്സേ ഫ്രം ദിസ് ചാപ്റ്റർ. Okay, something like how does the impact of technology distract the youth from meaningful social interaction എന്നുള്ള രീതിയിൽ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ എൻ്റർടൈൻമെൻറ്റ് ടെക്നോളജിയിൽ അമിതമായി ആകൃഷ്ടരാകുന്ന യുവാക്കൾ അല്ലെങ്കിൽ യുവത്വം എങ്ങനെയാണ് അവരുടെ സാമൂഹ്യ ജീവിതത്തിൽ നിന്നും അകന്നു പോകുന്നത്? റൈറ്റ് എൻ എസ്സേ ഇൻ റെസ്പോൺസ് ടു ദിസ് ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കാവുന്നതാണ്. ആൻഡ് യു ക്യാൻ ബി എക്സ്പെക്ടിങ് സം പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആസ് വെൽ. സംതിങ് ലൈക്ക് സേ ഹൗ ഡസ് അഡിക്ഷൻ ടു എൻ്റർടൈൻമെൻറ്റ് ടെക്നോളജി എഫക്റ്റ് ഫ്രണ്ട്ഷിപ്സ് ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്സ്? ഈ ചോദ്യം ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യനായിട്ടും വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. ഇതൊക്കെ കൂടാതെ യു മേ ബി ആസ്ക്ഡ് ടു റൈറ്റ് എ ബ്രീഫ് ആർട്ടിക്കിൾ ഫോർ ദ സ്കൂൾ മാഗസിൻ ഓൺ ദ ഇമ്പാക്റ്റ് ഓഫ് ഐപോഡ് ആൻഡ് സിമിലർ ടെക്നോളജി. ഇത്തരത്തിലുള്ള ടെക്നോളജിയുടെ സ്വാധീനത്തെക്കുറിച്ച് സ്കൂൾ മാഗസിനിലേക്ക് ഒരു ചെറിയ എസ്സേ തയ്യാറാക്കാനായി ആവശ്യപ്പെടാവുന്നതാണ്. ദാറ്റ് ഓൾസോ ഇസ് എ പോസിബിൾ ക്വസ്റ്റ്യൻ. വി ഗോ ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ 17, ദാറ്റ് ഈസ് ദ സൈബർ സ്പേസ്. ഈ യൂണിറ്റിലെ ഈ സൈബർ സ്പേസ് എന്ന ചാപ്റ്ററും ഡിസ്കസ് ചെയ്യുന്നത് ഇൻ്റർനെറ്റിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ചാണ്. ബട്ട് വാട്ട് ഈസ് ഡിഫറെൻറ്റ് ഹിയർ ഈസ് ദാറ്റ് എസ്തർ ഡൈസൺ ഇൻ ദിസ് ചാപ്റ്റർ ഈസ് ഡിസ്കസിങ് ദ ഡെമോക്രാറ്റിക് റെലവൻസ് ഓഫ് വാട്ട് വി കോൾ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് എന്ന് പറയുന്നതിന് ജനാധിപത്യപരമായി എന്ത് പ്രസക്തിയാണ് ഉള്ളത് എന്ന്. Okay, and so she is comparing internet to a kind of virtual real estate. ഒരു ഇല്യൂസറി റിയൽ എസ്റ്റേറ്റുമായിട്ടാണ് ഇൻ്റർനെറ്റിനെ അവർ കമ്പയർ ചെയ്യുന്നത്. ഇൻ്റർനെറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ദ റിയൽ എസ്റ്റേറ്റ്. ഇൻ്റർനെറ്റ് ഈസ് ഹാവിങ് ഡിഫറെൻറ്റ് സ്പേസസ് ഫോർ ഡിഫറെൻറ്റ് പീപ്പിൾ. And since it is having different places and different areas and spaces for different people, there is no need for external censorship എന്ന് പറയുന്നു. ഇൻ്റർനെറ്റിൻ്റെ മുകളിൽ ബാഹ്യമായിട്ടുള്ള ഒരു ഇടപെടലിൻ്റെയോ ഒരു നിയന്ത്രണത്തിൻ്റെയോ ആവശ്യം വരുന്നില്ല. കാരണം ഇറ്റ് ഈസ് ഇൻറ്റേർണലി റെസ്ട്രിക്റ്റഡ് എന്ന് പറയുന്നു. ആൻഡ് ഷീ ഈസ് സ്പെസിഫിക്കലി മെൻഷനിങ് 3 ഡിഫറെൻറ്റ് ഡൊമൈൻസ് ഓഫ് ഇൻ്റർനെറ്റ്. ഒന്ന് ഇമെയിൽസ് പോലെയുള്ള പ്രൈവറ്റ് കമ്മ്യൂണിക്കേഷൻസ് ആണ്. 2 വെബ്സൈറ്റ്സ് ആണ്, സർവീസസും ഇൻഫർമേഷനും ഒക്കെ ഓഫർ ചെയ്യുന്ന വെബ്സൈറ്റ്സ് ആണ്. 3 എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ ആണ്. ഇപ്പോൾ വെൻ ഷീ ഈസ് റൈറ്റിംഗ് ദിസ് പെർട്ടിക്കുലർ എസ്സേ, സോഷ്യൽ മീഡിയ ലൈക്ക് ഫേസ്ബുക്ക് ആൻഡ് വാട്സപ്പ് അവർ നോട്ട് ക്വൈറ്റ് പോപ്പുലർ. പക്ഷേ ഷീ ഈസ് സ്പീക്കിംഗ് അബൌട്ട് സോഷ്യൽ മീഡിയ. ഈ 3 ഡൊമൈൻസിലും ദർ ഇസ് എ കൈൻഡ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ ആൻഡ് എ കൈൻഡ് ഓഫ് ഇൻറ്റേർണൽ സെൻസർഷിപ്പ് അപ്ലൈഡ്.
ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സ്വയമേവ എഡിറ്റ് ചെയ്ത് കളയാനുള്ള ഒരു നിയന്ത്രണ സംവിധാനം, ഒരു പ്രോട്ടോകോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതുകൊണ്ട് പുറത്തു നിന്നും ഒരു ഗവൺമെൻറ്റൽ കൺട്രോളും ഒരു സെൻസർഷിപ്പും ഇൻ്റർനെറ്റിന് ആവശ്യമില്ല. അങ്ങനെ വരികയാണെങ്കിൽ ദിസ് ഫ്രീ സ്പേസ് ഓഫ് ഇൻ്റർനെറ്റ് വിൽ ബി ഡോമിനേറ്റഡ് ബൈ ഗവൺമെൻറ്റൽ ഇൻട്രസ്റ്റ് ആൻഡ് ദാറ്റ് വിൽ ബി ദ എൻഡ് ഓഫ് ഡെമോക്രാറ്റിക് ഫ്രീഡം എന്ന് ഈ എസ്സേയിൽ പറയുക. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻ്റ് എസ്സേ. ഇവിടെ ഇനി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ചോദ്യങ്ങൾ, ഒരു റൈറ്റപ്പ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ആൻഡ് ദിസ് ഇസ് എ ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻ. വാട്ട് ഓൾ തിങ്സ് യു ക്യാൻ ഡു ഇൻ ദ ഇൻ്റർനെറ്റ് ആൻഡ് വാട്ട് ഓൾ തിങ്സ് യു ഷുഡ് നോട്ട് ഡു ഇൻ ദ ഇൻ്റർനെറ്റ്, ദ ഡൂസ് ആൻഡ് ഡോൺസ് ഓൺ ദ ഇൻ്റർനെറ്റ് ആസ് ഫാർ ആസ് യൂത്ത് ഈസ് കൺസേൺഡ് എന്ന ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി അതല്ലെങ്കിൽ യു മേ ബി ആസ്ക്ഡ് ടു റൈറ്റ് എൻ ഇമെയിൽ ടു എ ഫ്രണ്ട് ഓർ ടു ആൻ അക്വൈൻറ്റൻസ് അബൌട്ട് ദ ഇമ്പാക്റ്റ് ഓഫ് ഇൻ്റർനെറ്റ് ഓൺ യൂത്ത്. ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന, ഇൻ്റർനെറ്റിന് യുവത്വത്തിൻ്റെ മുകളിലുള്ള സ്വാധീനത്തെക്കുറിച്ചിട്ടും ഒരു ചോദ്യം എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. Now we go to chapter 16 and this chapter is going out for a walk. മാക്സ് ബീർബോം എന്നുള്ള ബ്രിട്ടീഷ് റൈറ്ററുടെ ഒരു ഹ്യൂമറസ് എസ്സേ ആണ്, ഒരു ലൈറ്റ് ഹാർട്ടഡ് എസ്സേ ആണ് ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് എന്നുള്ളത്. ആൻഡ് ദ summary of this particular chapter involves a personal account of the experience of going out for a walk. നടക്കുവാൻ പോകുവാനായി ഇഷ്ടമില്ലാത്ത ഒരാൾ ഈ നടക്കുവാൻ പോകുക എന്നുള്ള വ്യായാമത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക്. And going out for a walk for the sake of walking is a kind of exercise. And the author is not against taking up exercises, but he is against overdoing it. ഇത് അമിതമായി ചെയ്യുന്നതിനെ എതിർക്കുന്ന ഒരു ആളാണ് ഈ ഓഥർ എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് സോ ഹീ ഈസ് അഗെയിൻസ്റ്റ് ദ ഐഡിയ ഓഫ് ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക്. അപ്പോൾ അതിനുള്ള കാരണം അദ്ദേഹം പറയുന്നത്, വെൻ യു ആർ ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് for the sake of walking, the brain does not approve it, whereas the heart is all for this. അപ്പോൾ നിങ്ങളുടെ ഒരു ഇമോഷണൽ സൈഡ് will be always inviting you to go out for a walk, but your brain, your intelligence, your thinking capacity, your logical capacity will be always asking you whether there is a need for going out for a walk. ഇല്ലെങ്കിൽ why should you go out for a walk എന്ന് തലച്ചോറ് ഹൃദയത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുമെന്ന് വളരെ ഫണ്ണിയായിട്ട് പറഞ്ഞു വയ്ക്കുന്നു. Okay, that is the crux of this little essay. You needn't worry about this chapter too much because there probably could not be too many questions from this, I hope. Now, ഇവിടെ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന്, you will be asked to write a write-up, ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കാനായിട്ട് പറയാം. Prepare a write-up on your exercise routines. നിങ്ങളുടെ സ്വന്തം എക്സർസൈസ് റൂട്ടീൻസിനെ കുറിച്ചിട്ട് ഒരു റൈറ്റപ്പ് തയ്യാറാക്കാനായിട്ട് പറയാം. അല്ലെങ്കിൽ യു ക്യാൻ എക്സ്പെക്ട് എ പാരഗ്രാഫ് ഫ്രം ദിസ് ക്വസ്റ്റ്യൻ. Okay, say something like, why does the author fail in turning down the invitation for going out for a walk? അദ്ദേഹം 3 കാരണങ്ങൾ പറയുന്നുണ്ട് why he could not turn down an invitation for going out for a walk. ഒന്ന്, that will not work on a Sunday because on Sunday, say, this is the excuse that he is giving. When somebody is inviting you to go out for a walk, if you say an excuse like, say, I have to write some important letters എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ there are some problems for it. ഒന്ന്, in the first place, it is not believed. And you will have to get up from where you are sitting and you will have to start writing a letter. Okay. And second, this does not work on, say, Sundays like that. അപ്പോൾ ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ഈ എക്സ്ക്യൂസ് ഒരിക്കലും വർക്ക് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ആൻഡ് ലെറ്റർ ഈസ് ഓൾസോ പോസിബിൾ. ഓക്കെ, എ ലെറ്റർ ടു യുവർ ഫ്രണ്ട് ഓൺ ദ കമ്പാരിറ്റീവ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ടേക്കിംഗ് അപ്പ് എക്സർസൈസസ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു ലെറ്റർ വേണമെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാം. വി ഗോ ടു ചാപ്റ്റർ 15 ആൻഡ് ദിസ് ഇസ് എ ഷോർട്ട് ബ്യൂട്ടിഫുൾ പോം, എ സോണറ്റ്. That is a poem of 14 lines is called a sonnet from William Wordsworth, the great romantic writer William Wordsworth. And its summary can be very brief. What it says is that the poet hasn't had sleep for 3 consecutive days. തുടർച്ചയായിട്ട് 3 ദിവസത്തേക്ക് ഈ കവിക്ക് ഉറക്കം ലഭിക്കുന്നില്ല. And he is trying different things to get his sleep. He is trying to dream things. He is trying to imagine things. Okay, he is trying to visualize things. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും he cannot get sleep. And he is so completely hopeless about getting sleep. Because he feels that sleep is the blessed barrier between day and day. Unless sleep is the blessed barrier. ഒരു ദിവസത്തിനും മറ്റൊരു ദിവസത്തിനും ഇടയിലുള്ള ഈ ഒരു ബാരിയർ, ഈ ഒരു ബ്രേക്ക് ഇല്ലെങ്കിൽ both days will be meaningless.
ഓക്കെ, ദേ വിൽ നോട്ട് ബി മേക്കിംഗ് മച്ച് സെൻസ് ടു യു എന്ന് പറഞ്ഞിട്ടാണ് കവി അവസാനിപ്പിക്കുന്നത്. സോ ഹി ഈസ് പ്രേയിങ് ഫോർ ഗെറ്റിംഗ് സ്ലീപ്പ്. ഈ കവിതയിൽ ഇവിടെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ദ പോയറ്റിക് ഡിവൈസസ് ദാറ്റ് ദ പോയറ്റ് ഈസ് യൂസിങ്. ഓക്കെ, ഇറ്റ്സ് എ 14-line poem. ഐ ഹാവ് ടോൾഡ് യു ഇറ്റ്സ് എ സോണറ്റ്. അതിനെക്കുറിച്ച് വേണമെങ്കിൽ ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി പോയറ്റിക് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ ദ മേജർ ഡിവൈസ് ദാറ്റ് ഈസ് അപ്ലൈഡ് ഹിയർ ഈസ് ഇമേജറി, ബിംബങ്ങളാണ്. ദ പോയറ്റ് ഈസ് സ്പീക്കിംഗ് ഓഫ് ഡിഫറെൻറ്റ് വെർബൽ പിക്ചേഴ്സ്. ഇതെല്ലാം ഇമേജസ് ആണ്. ഓക്കെ, നൗ പോയത്തിൽ നിന്നും സാധാരണ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന അനോട്ടേഷൻ ക്വസ്റ്റ്യൻസ്, പാരഫ്രൈസ് ക്വസ്റ്റ്യൻസ്, സേ എക്സ്പ്ലനേഷൻ ക്വസ്റ്റ്യൻസ്, ഈ തരത്തിലുള്ള ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് യു ക്യാൻ എക്സ്പെക്ട്. 1 or 2 lines of the poem will be given to you and certain questions will be given to you to answer based on those given 2 lines. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുണ്ടാവും. ഇനി അതല്ലെങ്കിൽ ഓൺ ദ ഇമേജറി യു ക്യാൻ എക്സ്പെക്ട് എ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ. ഇനി ഇതുമല്ലെങ്കിൽ യു ക്യാൻ എക്സ്പെക്ട് ആൻ അപ്രീസിയേഷൻ. ഈ കവിതയെ ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു ആസ്വാദനക്കുറിപ്പ്, ഒരു ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ, ഒരു എസ്സേ ആയിട്ട്, ഒരു 8 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നൗ വി ഗോ ടു chapter 14, that is gooseberries. This is a rather a long chapter, an important chapter in the text by Anton Chekhov. This is a story of sibling rivalry എന്ന് വേണമെങ്കിൽ പറയാം. രണ്ട് സഹോദരന്മാർ തമ്മിലുള്ള ഒരു അസ്വാരസ്യത്തിൻ്റെ ഒരു ബാഡ് ടേസ്റ്റിൻ്റെ ഒരു കഥ പറയുന്ന, ഇറ്റ് ഇസ് നോട്ട് എക്സാക്ട്ലി റൈവൽറി, ഇറ്റ്സ് അബൌട്ട് എ കൈൻഡ് ഓഫ് ബാഡ് ടേസ്റ്റ് ദാറ്റ് ഈസ് ഡെവലപ്പിംഗ് ബിറ്റ്വീൻ 2 brothers. ഒരു കഥയാണ് ഗൂസ്ബെറീസ് എന്നുള്ളത്. ദ ടൈറ്റിൽ ഈസ് വെരി സജസ്റ്റീവ്. ഗൂസ്ബെറി ഈസ് ഇറ്റ് ഈസ് ഫസ്റ്റ് വെൻ യു ടേസ്റ്റ് ഇറ്റ് ഫസ്റ്റ് ഇറ്റ് ഈസ് sour. ഒരു ചവർപ്പ് രസമുള്ള ഒരു ഫ്രൂട്ടാണത്. പക്ഷേ ആഫ്റ്റർ സം ടൈംസ് ഇറ്റ് ടേസ്റ്റ് സ്വീറ്റ്. അപ്പോൾ ലൈഫും ഏകദേശം ഒരു ഗൂസ്ബെറി പോലെ തന്നെയാണ്. ഫസ്റ്റ് എക്സ്പീരിയൻസസ് ആർ ഓൾവേസ് നോട്ട് വെരി അപ്രീഷിയേറ്റഡ്. നമ്മുടെ ജീവിതത്തിൽ ആദ്യ അനുഭവങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങളാണ്. ബട്ട് അൾട്ടിമേറ്റ്ലി ആസ് യു ഗ്രോ അപ്പ്, okay, and as you expose yourself to these experiences more, life becomes more fruitful, life becomes more enjoyable എന്ന് നമുക്ക് വരുന്നു. ജീവിതവും പോകെ മധുരതരമായി മാറുന്നു എന്നുള്ളൊരു സങ്കല്പമാണ് ഈ ഗൂസ്ബെറീസ് എന്നുള്ള ടൈറ്റിലിൻ്റെ പിറകിലുള്ളത്. ബട്ട് ദ സ്റ്റോറി ഈസ് ഡിഫറെൻറ്റ്. ഇവിടെ ഈ സ്റ്റോറിയിൽ സംഭവിക്കുന്നത് 2 friends, ദാറ്റ് ഈസ് Ivanich and Burkin എന്നുള്ള 2 friends, they are taking a walking tour on the countryside and suddenly it starts to rain. And they take shelter in the house of one Mr. Aliokin, who is a farmer. ഈ അലിയോക്കിൻ്റെ ഫാം ഹൗസിൽ താമസിക്കുന്ന സമയത്ത് അന്ന് രാത്രി Ivanich is narrating the story of his brother. His brother Nikolai Ivanich has always had one dream of having a farm. ഓക്കെ, എ പേഴ്സണൽ ഫാം. ആ ഒരു ഫാം ഉണ്ടാവുക, ആ ഫാമിൽ നിറയെ ഗൂസ്ബെറി ബുഷസ് ഉണ്ടാവുക, നെല്ലിക്ക മരങ്ങൾ ഉണ്ടാവുക എന്നുള്ള ഒരു സ്വപ്നവുമായി ജീവിച്ച ഒരു വിചിത്രനായിട്ടുള്ള ഒരു മൈസർലി ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഈ നിക്കോളായ് ഐവാനിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നിക്കോളായ് ഐവാനിച്ച് അറ്റ് ദ എൻഡ് ഓഫ് ഹിസ് ലൈഫ് ഹി ഹാസ് ലീവ്ഡ് എ വെരി മിസറബിൾ ലൈഫ് ഓഫ് മിസറി ആൻഡ് പോവർട്ടി ആൻഡ് മൈസർലി ഫ്രൂഗൽനെസ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അയാളുടെ ഡ്രീം അയാൾ റിയലൈസ് ചെയ്യുന്നു. ഹി ഫൈനലി കംസ് ടു ഓക്യുപ്പൈ എ ഫാം. ഒരു വലിയ ഫാം എന്നൊന്നും പറയാനില്ല, ബട്ട് സംഹൗ ഹി മാനേജസ് ടു ഹാവ് എ ഫാം ഹൗസ് ആൻഡ് എ സ്മോൾ ഫാം അറൗണ്ട് ഇറ്റ്. അവിടെ ഹി ഈസ് പ്ലാന്റിങ് ഗൂസ്ബെറി ബുഷസ് ആൻഡ് ഫൈനലി when his brother Ivan Ivanich is visiting him, he finds a happy man. അപ്പോൾ Ivan cannot understand why this fellow is so happy. What has he achieved in his life? His full life he has been chasing a mad dream, and though he has achieved that, to the other people around him it doesn't have much relevance. നിക്കോളായ് നേടിയിട്ടുള്ള അയാളുടെ സ്വപ്നം, ഒരു നെല്ലിക്ക മരങ്ങളുള്ള ഒരു തോട്ടം സ്വന്തമാക്കുക എന്നുള്ള സ്വപ്നം നിക്കോളായ് നേടിയെങ്കിലും നിക്കോളായ് മറ്റു മനുഷ്യർക്ക്, സൊസൈറ്റിക്ക് ഏത് തരത്തിലുള്ള കോൺട്രിബ്യൂഷനാണ് കൊടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരം ഐവന് കണ്ടെത്തുവാൻ കഴിയുന്നില്ല. ആൻഡ് വാട്ട് ഓൾ തോട്ട്സ് ആർ ഗോയിങ് ഇൻ ദ മൈൻഡ് ഓഫ് ഐവൻ നമുക്ക് അറിയുവാനും കഴിയുകയില്ല. അപ്പോൾ ഇത് ചെക്കോവിൻ്റെ കഥയുടെ ഒരു ക്വാളിറ്റിയാണ്. ഇറ്റ് ഇസ് മോർ അബൌട്ട് ദ സൈക്കോളജി ഓഫ് ക്യാരക്ടേഴ്സ് rather than about the actions of these characters. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിബ്ലിംഗ് റിലേഷൻഷിപ്പിൻ്റെ കഥ പറയുന്ന ഒരു കഥയാണ് ദ ഗൂസ്ബെറീസ്. ആൻഡ് യു ക്യാൻ എക്സ്പെക്ട് സർട്ടൻ ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ്. നമുക്ക് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളത് ഒരു ക്യാരക്ടർ സ്കെച്ചാണ്. യു ക്യാൻ എക്സ്പെക്ട് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് നിക്കോളായ് ഐവാനിച്ച് ഓർ ഐവൻ ഐവാനിച്ച്. ഇതിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ സ്കെച്ച് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. We can expect a review of the story. അത് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. The kind of language in which it is written, the kind of plot there, the importance of psychological aspects, okay, and the comparative position of action there.
അപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ക്യാരക്ടറൈസേഷൻ, അതിൻ്റെ ടെൻഷൻ, അതിൻ്റെ ക്ലൈമാക്സ്, ഇതെല്ലാം വെച്ചുകൊണ്ട് യു വിൽ ബി എക്സ്പെക്റ്റഡ് ടു റൈറ്റ് എൻ എസ്സേ ക്വസ്റ്റ്യൻ, റിവ്യൂ ഓഫ് the story. Then you can expect a write-up, okay, on say something like there is a statement like, why do we wait? Ivan Ivanich is asking this, why do we wait? We need to be enjoying life all at once. Why should we wait for our time to come? എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിങ്ങളോട് ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. Okay, and short answer questions, of course, could be asked from this. It's an important chapter. Take care of this chapter. Then we go to chapter 13. ഇവിടെ The Wreck of Titanic is a short poem, and in one line I can summarize the whole poem. This is about the heroic deeds of the captains and the crew of the ship Titanic on the night when the ship sank. Okay, ഈ ടൈറ്റാനിക് എന്ന കപ്പൽ അതിൻ്റെ ഫസ്റ്റ് വോയേജിൽ തന്നെ മുങ്ങി താഴുന്ന സമയത്ത് അതിൻ്റെ ക്യാപ്റ്റനും അതിൻ്റെ ക്രൂവും എത്ര ഹീറോയ്ക്കായിട്ട് ആ ട്രാജഡിയെ നേരിട്ടു എന്നുള്ളതാണ് ഈ കവിതയിൽ വിവരിക്കുന്നത്. അവർ പറയുന്നത് ഇപ്പോൾ വാർ ഓഫ് ട്രഫാൽഗർ, അല്ലെങ്കിൽ ദ വാർ ഓഫ് വാട്ടർലൂ, ഓക്കെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദ ചാർജ് ഓഫ് ദ ലൈറ്റ് ബ്രിഗേഡ്, ഇത്തരത്തിലുള്ള ബ്രിട്ടീഷ് ഹിസ്റ്ററിയിലെയും യൂറോപ്യൻ ഹിസ്റ്ററിയിലെയും മേജർ ഹീറോയിക് ഇവൻസിനോട് തുല്യമാക്കാവുന്ന ഒരു ഇവൻ്റാണ് ഈ ഷിപ്പ് മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ക്യാപ്റ്റനും അതിലെ ക്രൂവും എക്സിബിറ്റ് ചെയ്തത് എന്ന് പറയുന്നു. ഓക്കെ, so this is a celebration of human heroism and human spirit, human dignity, human status and human spirit എന്ന് വേണമെങ്കിൽ പറയാം. You can expect some questions. Of course, an appreciation of the poem can be asked. ഇതിൻ്റെ ഒരു ആസ്വാദനം എഴുതുവാനായിട്ട് പറയാം. അതല്ലെങ്കിൽ you can expect some paragraph questions, say like why is the act of the crew heroic എന്ന് വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ a possible question which in fact is a repeated question, you will be asked to write a news report on the sinking of Titanic. What all things have happened on the night when the ship actually sank എന്നുള്ള രീതിയിൽ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചോദിക്കാവുന്നതാണ്. ആൻഡ് certain annotation questions and paraphrase questions also can be expected. ഒന്നോ രണ്ടോ ലൈൻ തന്ന് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയുന്ന ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. We go to chapter 12, that is the Sarang of Ranaganji. It's a very important chapter by A.J. Cronin, and this I will give you the summary of the story. As you know, a ship is traveling. The ship title called Ranaganji. It's an old tub. It is set is sailing from Liverpool in England to Calcutta in India. അതിൻ്റെ ഈ വോയേജിനിടയിൽ the author, the narrator, is a doctor of the ship. And he is the doctor in charge of the ship, and he is facing a strange crisis. Unexpectedly, the contagious infection of smallpox is breaking out. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ദ ഡോക്ടർ ഈസ് ഹെൽപ്ലെസ്, സഹായത്തിന് ആരുമില്ലാത്തൊരു സമയത്ത് ഈ സ്മോൾ പോക്സ് പൊട്ടിപ്പുറപ്പെടുന്നു. അയാളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഹസ്സൻ എന്നുള്ള കപ്പലിലെ ഒരു ശ്രാങ്ക് മാത്രമാണുള്ളത്. ആൻഡ് ഹസ്സൻസ് സർവീസ് ഈസ് സെൽഫ്ലെസ്, വളരെയധികം സാക്രിഫൈസിങ് ആയിട്ടുള്ള സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു സർവീസിൽ കൂടെ Hassan is foregrounding and forefronting some of the greatest qualities of humanity. And the doctor is coming to compare his value systems against the value systems of Hassan. Okay, Hassan is a very simple and a very down-to-earth kind of, a very sincere, simple, down-to-earth kind of person. And he has no trait of hypocrisy about his character. അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറിനെ എങ്ങനെ ഷിപ്പിലെ മറ്റുള്ളവർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കഥയിൽ പറയുന്നത്. So it is ironic that the dignity of character of Hassan is seldom understood by the elite and dignified and fashionable passengers of the ship. പക്ഷേ the doctor understands it. ഓക്കെ, ഹസൻ ഈസ് ഹെൽപ്പിംഗ് ദ ഡോക്ടർ ടു ട്രീറ്റ് ദ പേഷ്യൻസ്. അതിൽ കുറച്ച് പേഷ്യൻസ് മരിക്കുന്നു, കുറേ പേരെ സേഫായിട്ട് ഇവർ കൊളംബോയിൽ എത്തിക്കുകയും ഹോസ്പിറ്റലൈസ് ചെയ്യുകയും ചെയ്യുന്നു. ആൻഡ് ദ ഷിപ്പ് കണ്ടിന്യൂസ് ദ ജേണി. ഇതാണ് ഈ കഥ. ഇവിടെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഡെഫിനറ്റ്ലി എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഹസൻ. ഈ ഹസൻ എന്നുള്ള ക്യാരക്ടറിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് ആവശ്യപ്പെടാം. യു ക്യാൻ എക്സ്പെക്ട് സം പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ഹൗ ഡിഡ് ഹസൻ ഹെൽപ്പ് ദ ഡോക്ടർ ടു സെർവ് ദ പേഷ്യൻസ് എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം ചോദിക്കാം. അല്ലെങ്കിൽ you can expect a critical review of the story. What are the pluses of this story? What are the attributes that is making this story unforgettable? എന്നുള്ള ഒരു ചോദ്യം ചോദിക്കാം. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഓഫ് കോഴ്സ് ചോദിക്കാം. A speech is usually asked from this story that you were
writing a speech, enumerating, listing down the qualities of Hassan. ഹസൻ്റെ ഈ പെരുമാറ്റത്തിലെ വൈശിഷ്ട്യങ്ങളെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു സ്പീച്ച് പ്രിപ്പയർ ചെയ്യുന്നതായിട്ട് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ എ ലെറ്റർ ഓൾസോ. ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ that was previously asked. Okay, suppose you are writing a letter to the captain of the ship or the manager of the ship to recognize the services of Hassan എന്നുള്ളൊരു ചോദ്യം വേണമെങ്കിൽ, ഒരു ലെറ്റർ റൈറ്റിംഗ് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, നൗ വി ഗോ ടു ചാപ്റ്റർ 11, ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. അവിടെ when it comes to disasters, the chapter is focusing on certain UN, that is United Nations observations on disaster and disaster management. Disasters have increased both in frequency and in impact എന്ന് പറയുന്നു. ഈ ഡിസാസ്റ്റേഴ്സിൻ്റെ ഇമ്പാക്റ്റും അതിൻ്റെ ഫ്രീക്വൻസിയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. And especially the impact of disasters is too much in Asian region, and especially in India due to its geological formation and geographical location. India is more prone to disasters എന്നാണ് പറയുന്നത്. ഈ ഇന്ത്യയുടെ ഒരു പ്രത്യേക ഒരു പെനിൻസുലാർ സ്ട്രക്ചർ കൊണ്ടും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഒരു പ്രത്യേക പൊസിഷൻ കൊണ്ടും ഏഷ്യയിലെ വളരെ വൾണറബിൾ ആയിട്ടുള്ളൊരു പൊസിഷനിലാണ് എന്നുള്ളത് കൊണ്ടും ഇന്ത്യയുടെ 4 ഡയറക്ഷനിലും ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകാനുള്ള, എസ്പെഷ്യലി നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആൻഡ് വാട്ട് ആർ ദ റെമഡീസ് ഫോർ ദിസ്, വാട്ട് ആർ ദ സൊല്യൂഷൻസ് ദാറ്റ് വി ക്യാൻ തിങ്ക് ഓഫ് എന്നുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദർ ഇസ് എ സ്റ്റേറ്റ് ലെവൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി, ദർ ഇസ് എ നാഷണൽ ലെവൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി. ആൻഡ് വെൻ എ ഡിസാസ്റ്റർ ഈസ് സ്ട്രൈക്കിംഗ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് റീഹാബിലിറ്റേഷൻ മെഷേഴ്സ്. ഈ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ മാത്രമല്ല, സൈക്കോളജിക്കൽ റീഹാബിലിറ്റേഷൻ, കൗൺസിലിംഗ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെ ഈ എസ്സേയിൽ പറയുന്നുണ്ട്. Okay, so you can expect some questions like, say, a précis can be expected, a summary can be expected from this, that you are given a paragraph and you are supposed to reduce that paragraph into 1/3 of its length. തന്നിരിക്കുന്ന പാരഗ്രാഫിനെ 1/3 ചുരുക്കി എഴുതാനായിട്ട് പറയാവുന്നതാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ, say an essay question can be asked. Say disasters in India, usual say repeated disasters here, natural disasters in India and possible remedies and solutions for that എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. Okay, and write a letter to the editor on the impact of disasters and the measures of disaster management എന്നുള്ള രീതിയിലും ഒരു ചോദ്യം ചോദിക്കാവുന്നതാണ്. Now we go to chapter 10, which is the sacred turtles of Canterbury. This is about a Fijian legend. ഫിജിയൻ ഐലൻഡ്സിൽ നിലവിലുള്ള ഒരു ലെജൻഡിനെ കുറിച്ചിട്ടാണ്. In certain Fijian islands there is a strange ritual of turtle calling. When the maidens of Namuwana village come and they sing a particular song, huge sea turtles come to the surface of the sea. ഇത് കാണാനായിട്ട് ടൂറിസ്റ്റുകൾ ഒരുപാട് അവിടെ വരുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള കഥ എന്താണ് എന്നാണ് ഇത് സേക്രഡ് ടേർട്ടിൽസ് ഓഫ് കാൻഡവു എന്നുള്ള ചാപ്റ്ററിൽ പറയുന്നത് അവിടെ ടിനായ് കൊബോഗ എന്നും റോഡലിസ് എന്നും പറയുന്ന 2 പ്രിൻസസ് ഉണ്ടായിരുന്നു. ആൻഡ് ദേ were attacked by the warrior fishermen of the neighboring village of Nebukalevu. പക്ഷേ when they were caught, they suddenly got transformed into huge sea turtles. അതിനുശേഷമാണ് അവരുടെ സന്തതി പരമ്പരകളാണ്, അവരുടെ ലീനിയേജിലുള്ള ആളുകളാണ് പിന്നീട് ഈ സീ ടേർട്ടിൽസ് ആയിട്ട് മാറിയത് എന്ന് പറയുന്നു. അപ്പോൾ യു ക്യാൻ എക്സ്പെക്ട് സം ക്വസ്റ്റ്യൻസ് ലൈക്ക് എ റൈറ്റപ്പ് ക്യാൻ ബി ആസ്ക്ഡ് ഓൺ ദിസ്. ദിസ് റൈറ്റപ്പ് കുഡ് ബി പോപ്പുലർ ലെജൻഡ്സ് ആൻഡ് മിത്സ് ഓഫ് യുവർ ലൊക്കാലിറ്റി. ഇത്തരത്തിലുള്ള നാടോടി കഥകൾ നിങ്ങളുടെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു റൈറ്റപ്പ് തയ്യാറാക്കാനായിട്ട് പറയാം. You may be asked to prepare a travel information write-up. നിങ്ങളുടെ ഒരു പ്രദേശത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒരു ടൂറിസ്റ്റിന് കൊടുക്കുന്ന രീതിയിൽ can you prepare a travel information write-up? It can be asked. And another thing is a kind of speech. Could you make a speech on the tourist attractions of your place? അത് it's a possible question. Paragraph questions ആവാം. You needn't expect an essay question from this chapter. You go to chapter 9 now, and the trip of Lehola. And Lehola is the name of a hot air balloon. ഈ കഥ നടക്കുന്ന 19th സെഞ്ച്വറിയുടെ അവസാനം അല്ലെങ്കിൽ ഏർലി 20th സെഞ്ച്വറിയിൽ ഇറ്റ് വാസ് എ നോവൽ മീൻസ് ഓഫ് ട്രാവലിംഗ്. ഒരു പുതുമയുള്ള യാത്രാ രീതിയായിരുന്നു. Okay, this is about how the author
Maupassant and 4 of his friends have flown from France to Belgium. ഫ്രാൻസിൽ നിന്നും ബെൽജിയത്തിലേക്ക് നടത്തിയ ലെഹോല എന്ന ഒരു ബലൂണിൽ നടത്തിയ ഒരു വോയിസിന് ഒരു ഫ്ലൈറ്റിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. And why this chapter is important is Maupassant is a famous French writer and his descriptions are quite attractive. ഒരു ചെറുകഥ പോലെ മനോഹരമായ ഒരു ട്രാവൽ റൈറ്റിംഗ് ആണ്. And you get to see the cities of France and the cities of and the the landscapes of Belgium in an aerial view. മുകളിൽ നിന്ന് നോക്കിക്കഴിയുമ്പോൾ ഈ പ്രദേശങ്ങൾ മുഴുവൻ എങ്ങനെ കാണപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ഡിസ്ക്രിപ്ഷനാണ്. നൈറ്റ് സ്കൈ, ഏർലി മോർണിംഗ് സ്കൈ ആൻഡ് ദ സൺസെറ്റ്, ഓൾ ദീസ് തിങ്സ് ആർ ബ്യൂട്ടിഫുള്ളി എക്സ്പ്ലെയിൻ. അത് മാത്രമല്ല, ഹൗ ഡു യു മാന്യൂവർ എ ബലൂൺ എന്നുള്ളതിൻ്റെ ഒരു വിവരണവുമുണ്ട്. ഹൗ ഡു യു കൺട്രോൾ എ ബലൂൺ വെൻ ഇറ്റ് ഈസ് floating in the air എന്നുള്ളതിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. So it's a beautiful travel essay. Possible questions from this chapter are, an essay question can be asked. Prepare a description of an exciting travel that you have had. ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു എക്സൈറ്റിംഗ് ട്രാവൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ വിവരണങ്ങൾ അടങ്ങിയ ഒരു എസ്സേ എഴുതാനായിട്ട് പറയാം. എ ലൈവ് TV റിപ്പോർട്ട് ഈസ് എ ഷുവർ ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ്. ഇത്തരത്തിലുള്ള ഒരു എക്സൈറ്റിംഗ് ഇൻസിഡൻറ്റിന് നിങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെങ്കിൽ, ലൈക്ക് എ TV റിപ്പോർട്ട്, ഹൗ വുഡ് യു റിപ്പോർട്ട് ദാറ്റ് ഇൻസിഡൻറ്റ് ഫോർ TV ആസ് എ ലൈവ് റിപ്പോർട്ട്? ഇറ്റ്സ് എ പോസിബിൾ ക്വസ്റ്റ്യൻ. മറ്റൊരെണ്ണം എ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ യു മേ ബി ആസ്ക്ഡ് ടു റൈറ്റ് എ ലെറ്റർ ടു എ ഫ്രണ്ട്, ഡിസ്ക്രൈബിംഗ് സച്ച് എക്സ്പീരിയൻസസ്. ആൻഡ് വി ഗോ ടു ചാപ്റ്റർ 8. In chapter 8, what we have is a poem, Sunrise on the Hills, by H.W. Longfellow. We can summarize that poem into very few points. What it says is that however hard your mind is, however depressed you are, you will be finding a kind of solace and relief in the company of nature. നമ്മുടെ മനസ്സ് എത്രമാത്രം ഡിപ്രസ്ഡ് ആണെങ്കിലും, എത്രമാത്രം നിരാശാഭരിതമാണെങ്കിലും, പ്രകൃതിയുടെ ഒരു സാമീപ്യത്തിൽ അതിനെയെല്ലാം മറികടക്കാൻ നമുക്ക് കഴിയും. സോ വെൻ യു ആർ ഡിപ്രസ്ഡ്, ഓൾവേസ് ഫൈൻഡ് സൊളൈസ് ആൻഡ് റിലീഫ് ഇൻ ദ കമ്പനി ഓഫ് നേച്ചർ എന്ന് പറയുന്നു. ഈ കവിതയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓൺ എൻ ഏർലി മോർണിംഗ് ദ പോയിറ്റ് ഈസ് ഫൈൻഡിങ് ഹിംസെൽഫ് ഓൺ ദ ടോപ്പ് ഓഫ് എ ഹിൽ, ഓൺ ദ ടോപ്പ് ഓഫ് എ മൗണ്ടൻ. And from the top of the mountain, the view of the landscape is breathtaking. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് അദ്ദേഹം കാണുന്നു. അപ്പോൾ ഈ കാണുന്ന കാഴ്ചകളെ 3 തരത്തിൽ ഈ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വിഷ്വൽ ഇമേജസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഓഡിറ്ററി ഇമേജസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, കിനസ്തെറ്റിക് ഇമേജസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദ കൈൻഡ് ഓഫ് ഇമേജറി ദാറ്റ് ഈസ് എംപ്ലോയിഡ് ഹിയർ ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ അത് നോക്കുക. ഇതിൽ നിന്നും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന പല ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന്, ആൻ അപ്രിസിയേഷൻ ഓഫ് ദിസ് പോയം. ഇറ്റ്സ് എ പോസിബിൾ ക്വസ്റ്റ്യൻ. ഒന്നുകിൽ ഈ പോയമോ അല്ലെങ്കിൽ ഒരു സിമിലർ പോയമോ തന്നിട്ട് അതിൻ്റെ ഒരു അപ്രിസിയേഷൻ തയ്യാറാക്കാനായിട്ട് പറയാം. ദ ഫിലോസഫി ദാറ്റ് ഈസ് ദർ, ദ തീം ദാറ്റ് ഈസ് ദർ. ഈ തീം എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എനി കൈൻഡ് ഓഫ് പേഴ്സണൽ മിസറീസ് ക്യാൻ ബി dealt with if we are in the company of nature, because nature always has a lesson to teach you എന്ന് പറയുന്നുണ്ട്. അതുപോലെ annotation questions എക്സ്പെക്റ്റ് ചെയ്യാം. ആൻഡ് commentary on certain lines of the poem also can be expected. We go to chapter 7 and is a poem on death, and the title of the poem is Death the Leveler, by Shirley. Now what is interesting is this poem is not actually about death, it is about life. സത്യത്തിൽ ഡെത്ത് ദ ലെവലർ എന്നാണ് കവിതയുടെ പേരെങ്കിലും ഇത് ഡെത്തിനെ കുറിച്ചിട്ടുള്ള കവിതയല്ല, ലൈഫിനെ കുറിച്ചിട്ടുള്ള കവിതയാണ്. ഹൗ ക്യാൻ യു ഓവർകം ഡെത്ത് എന്നുള്ളതാണ്. ദിസ് ഇസ് എ കൺസേൺ ഓഫ് എവറി ഹ്യൂമൻ ബീയിങ്, ഹൗ ടു അറ്റൈൻ ഇമ്മോർട്ടാലിറ്റി. ഇമ്മോർട്ടാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമരത്വം, മരണമില്ലായ്മ, അതെങ്ങനെ അച്ചീവ് ചെയ്യാമെന്നുള്ളതാണ്. ഇവിടെ പറയുന്നത് ഓൺലി ദ ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ് സ്മെൽ സ്വീറ്റ് ഇൻ ദ ഡസ്റ്റ് എന്ന് പറയുന്നു. So if you have to get yourself remembered after your death, the only thing you have to do is to do good things. Justifiable things when you are alive. Adu matramana. But this is more about life, not about death. ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ്, ഒന്ന്, the kind of poetic devices that are used here. The poet is using techniques like personification and metaphor and metonymy and oxymoron. All these things are used here, and you go to that chapter and you get explanation of all these poetic devices there. അതൊന്നും കൂടെ റിവൈസ് ചെയ്യുക. ഈ ഡിവൈസസിനെ കുറിച്ചിട്ടെല്ലാം നിങ്ങൾക്ക് അപ്രിസിയേഷൻ എഴുതുന്ന സമയത്ത് എഴുതേണ്ടി വരും.
ഓക്കെ, അതുപോലെ തന്നെ ഇലാബറേറ്റ് ദ ഐഡിയാസ് ഓഫ് സെർട്ടൈൻ ലൈൻസ് എന്നുള്ള രീതിയിലും ഈ കവിതയിൽ നിന്നും ചോദിക്കാം. എക്സ്പ്ലെയിൻ ദ ടൈറ്റിൽ ഓഫ് ദ പോം എന്ന് വേണമെങ്കിൽ ചോദിക്കാം. യു ക്യാൻ എക്സ്പെക്ട് ആൻ അപ്രിസിയേഷൻ ഓഫ് ദ പോം ഓൾസോ. ഓക്കെ, വി ഗോ ടു ചാപ്റ്റർ 6. And what happens in chapter 6 is it is Price of Flowers. It's a story. It's a rather long story, but it's a touching story. We can summarize that story. What happens in the story is that the author, the narrator, is having a very short but interesting, encounter with a British girl. മാഗി എന്ന് പറയുന്ന ഒരു വളരെ ചെറിയ ബ്രിട്ടീഷ് ബാലികയുമായി ഈ കഥ പറയുന്ന മിസ്റ്റർ ഗുപ്ത എന്ന് പറയുന്ന നരേറ്റർക്ക് ഒരു പരിചയം ഉണ്ടാകുന്നു, യാദൃശ്ചികമായിട്ടുള്ള ഒരു പരിചയം ഉണ്ടാകുന്നു. ഈ പരിചയം വളർന്നു വരുന്നു. ഹി ബിക്കംസ് എ ഫാമിലി ഫ്രണ്ട് ആൻഡ് ഹി ഗെറ്റ്സ് ടു നോ മോർ അബൌട്ട് മാഗി. മാഗി ഈസ് എ ഡോട്ടർ ഓഫ് എ വിഡോഡ് ലേഡി. അവൾക്ക് ആകെയുള്ളത് ഒരു ബ്രദറാണ്, ഫ്രാങ്ക് എന്നാണ് അവളുടെ ബ്രദറുടെ പേര്. ആൻഡ് ഹി ഈസ് സെർവിങ് ദ ഇന്ത്യൻ ആർമി ഇൻ ഇന്ത്യ, ഇൻ പഞ്ചാബ്. അപ്പോൾ she is and the mother of Maggie, these two people are seriously worried about the condition of Frank, whether he is alive or not, they don't know. So they are keeping on asking Gupta whether he could be helping them to find some information about, to get some idea about where Frank is and whether he is safe or not. പക്ഷേ ഗുപ്തയ്ക്ക് അതിലൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. ബട്ട് ഇറ്റ് വാസ് ടൈം ഫോർ ഗുപ്ത ടു ലീവ് ലണ്ടൻ. ആ സമയത്ത് ഗുപ്ത അറിയുന്നു ഫ്രാങ്ക് മരിച്ചിരിക്കുന്നുവെന്ന്. ദെൻ മാഗി ഈസ് കമ്മിങ് ടു വിസിറ്റ് ഹിം ആൻഡ് ഷീ ഈസ് സ്പെയറിംഗ് ഹിം എ ഷില്ലിംഗ്. എ ഷില്ലിംഗ് ഈസ് എ ബ്രിട്ടീഷ് കോയിൻ ഓഫ് ലീസ്റ്റ് വാല്യൂ. അത് കൊടുത്തിട്ട് പറയുന്നു ഈ ബ്രദറുടെ ടൂമിൽ, അയാളുടെ ശവകുടീരത്തിൽ ഒരു അല്പം പൂക്കൾ വയ്ക്കാനായി ഈ ഷില്ലിംഗ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് അവൾ യാത്ര ചോദിക്കുന്നു. ഇറ്റ്സ് എ വെരി ടച്ചിങ് സ്റ്റോറി. സോ ആക്ച്വലി ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് is the love that the sister is having towards her brother. ഈ സഹോദരിക്ക് സഹോദരനോടുള്ള സ്നേഹമാണ് ഈ പുഷ്പങ്ങളുടെ യഥാർത്ഥത്തിലുള്ള വില എന്ന് ഈ ഓഥർ സൂചിപ്പിക്കുകയാണ്. യു ക്യാൻ എക്സ്പെക്റ്റ് എ ഷുവർ ക്വസ്റ്റ്യൻ, എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് മാഗി ഹിയർ. ഓക്കെ, അതുപോലെ തന്നെ ഈ കഥയുടെ ഒരു റിവ്യൂവും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് സർട്ടൻ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഓൾസോ. നൗ യു ഗോ ടു ചാപ്റ്റർ 5. And then Gandhi came. It's a slightly long chapter. This is from Jawaharlal Nehru's Discovery of India. And this chapter has so many points in it, and we will touch upon the important points. Okay, and how does Nehru place Gandhi as a political leader and as a leader of Indian freedom struggle എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. And then Gandhi came is a very dramatic kind of title, and it suggests that Gandhi has come into the Indian political scenario at a very critical moment. After the First World War, Britain has gone back from the promises that it had given India before the war. യുദ്ധത്തിൽ ബ്രിട്ടൻ അനുകൂലമായി ഇന്ത്യ പങ്കെടുക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് നൽകാമെന്ന് പറഞ്ഞിരുന്ന എല്ലാ പ്രോമിസിൽ നിന്നും ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ബ്രിട്ടൻ പുറകോട്ട് പോകുന്നു. India is impoverished and India is exploited and impoverished. ഈ ഒരു കണ്ടീഷനിൽ when India is desperately hopeless with poverty and suffering and unemployment and ruthless oppression and all those things, Gandhi is coming to Indian political scenario. And he is, Nehru പറയുന്നത്, he has come like a whirlwind, he has come like a gulp of fresh air, he has come like a beam of light എന്നാണ് പറയുന്നത്. Okay, and he is suggesting twofold action there. ഗാന്ധിയൻ പൊളിറ്റിക്സിൻ്റെ ഒരു പ്രത്യേകത, അതിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട ഐഡിയോളജീസാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് ദ ഐഡിയോളജി ഓഫ് ട്രൂത്ത് ആൻഡ് ദ ഐഡിയോളജി ഓഫ് ഫിയർലെസ്നെസ്. ആൻഡ് ട്രൂത്ത്, these two things are actually closely associated as far as Gandhi is concerned. And his approach is psychological in the sense that he is uprooting the deeply rooted fears in the psyche of the average Indian, the Indian mind. ഇന്ത്യയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന ഭീതിയുടെ കാരണങ്ങൾ ഗാന്ധി റിവീൽ ചെയ്യുന്നു. ആൻഡ് ഹി ഈസ് എക്സ്പ്ലെയിനിങ് ദാറ്റ് when we are afraid, afraid of British rule and oppression and all those things, it simply means that we are not being truthful to ourselves. Had we been truthful to ourselves, we wouldn't have been this much afraid എന്നാണ് പറയുന്നത്. What is said by Nehru is that Gandhi has shamed us into truth എന്നാണ്. നമ്മളെ സത്യത്തിലേക്ക് ലജ്ജിപ്പിച്ച ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ഗാന്ധിജി എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ആക്ഷൻ ടു ഫോൾഡ് ആയിരുന്നു എന്ന് പറയുന്നു. വൺ ഈസ് ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് റൂൾ ആൻഡ് സെക്കൻഡ് ഈസ് ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് അവർ ഓൺ സോഷ്യൽ ഈവിൾസ്. സോ അണ്ടർ ഗാന്ധിസ് ഇമ്പാക്ട് ദ ഹോൾ നേഷൻ has come up. Gandhi's politics was seriously focusing on the rural scenario. ഗ്രാമീണമായ ഒരു ഷെനറിയോയിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഗാന്ധിജി വർക്ക് ചെയ്തിരുന്നത്. And Gandhi had sent the Congress volunteers into the villages.
And Nehru says that we have learned our economics not from the university classrooms, but from the villages where the poor people were living. Okay, so Gandhi was a leader who had come up from the masses. മുകളിൽ നിന്നും വന്നൊരു നേതാവല്ല, നേരെ മറിച്ച് താഴെ നിന്നും വളർന്നു വന്ന ഒരു നേതാവാണ് ഗാന്ധി എന്ന് പറയുന്നത്. അങ്ങനെ ഗാന്ധിജിയുടെ പേഴ്സണാലിറ്റിയുടെയും ഗാന്ധിജിയുടെ റെലവൻസിൻ്റെയും ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഡിസ്കസ് ചെയ്യുന്ന ഒരു എസ്സേ ആണ് ആൻഡ് ദെൻ ഗാന്ധി കേം. യു ക്യാൻ എക്സ്പെക്ട് സോ മെനി ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ്. Okay, paragraph questions can be asked, speech questions. Okay, you can prepare speeches on Gandhi and Gandhian relevance and the relevance of Gandhi today. ഇന്ന് യൂത്തിന് ഗാന്ധിയൻ ആശയങ്ങളിലുള്ള പ്രസക്തി എന്താണ്, ഇന്ന് എന്താണ് ഈ ആശയങ്ങളുടെ പ്രസക്തി, യൂത്തിന് മുകളിൽ ഈ ആശയങ്ങൾക്ക് എന്ത് ഇൻഫ്ലുവൻസ് ആണുള്ളത് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് സ്പീച്ചസ് തയ്യാറാക്കാൻ പറയാം. essays can be directly asked from the text. ഈ പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിൽ നിന്ന് നേരിട്ട് essay ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അല്ലെങ്കിൽ ലെറ്റർ ടു ദ എഡിറ്റർ എന്നുള്ള രീതിയിലും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാം. യു ഗോ ടു ചാപ്റ്റർ 4. It's a poem by Rudyard Kipling, Eve. It's a dogmatic poem, you say. Dogmatic എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it's teaching you certain principles. A kind of propaganda is put forward. അത്തരത്തിലുള്ളൊരു പോമാണ് ഈഫ് എന്ന് പറയുന്നത്. Rudyard Kipling is listing a number of conditions which is making you ideally eligible for manhood. Manhood എന്ന് പറഞ്ഞാൽ പൗരുഷമാണ്. ഒരാൾ എങ്ങനെയാണ് പൗരുഷത്തിന് അധികാരിയായി തീരുന്നത് എന്നുള്ള ചോദ്യമാണ് ഇവിടെ പറയുന്നത്. സോ ഇഫ് യു ഹാവ് സർട്ടൻ കണ്ടീഷൻസ് ലൈക്ക് ദിസ്, ഓക്കെ, ലൈക്ക് കോൺഫിഡൻസ്, ലൈക്ക് നൊബിലിറ്റി, ലൈക്ക് സ്റ്റേറ്റസ്, ലൈക്ക് ട്രൂത്ത്ഫുൾനെസ്, okay, humility and courage and bravery, if you have all these qualities, if you have all these conditions, and if you have finally, if you can take the unforgiving minute with 60 seconds worth of distance run എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, if you have sufficient patience and perseverance and tolerance to face the challenges of life, you will be finally proving yourself to be a perfect man. So manhood is nothing connected with muscular power, with physical power. It is rather connected with spiritual power, the internal power of the individual എന്ന് പറയുന്നു. സോ ഇറ്റ്സ് എ വെരി പവർഫുൾ പോം. ഇവിടെ നമുക്ക് വീണ്ടും കുറേ പോയറ്റിക് ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ട്. പേഴ്സോണിഫിക്കേഷൻ എന്നുള്ള പോയറ്റിക് ഡിവൈസ് ഉണ്ട്, അതുപോലെ മെറ്റഫറുണ്ട്, സിമിലിയുണ്ട്, സിംബൽസും മെറ്റോണിമിയും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. യു ഡെഫിനറ്റ്ലി ഹാവ് ടു ഗോ ടു ദ പോം ആൻഡ് സ്റ്റഡി ദ പോം ആൻഡ് ടേക്ക് ദ എക്സസൈസ് പാർട്ട് ഓഫ് ഇറ്റ് ആൻഡ് പ്രിപ്പയർ ഫോർ ഇറ്റ്. ഓക്കെ, you can expect questions like annotation questions. There are many lines in the poem which can be asked for annotation. Annotation എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നിട്ടുള്ള 2 വരികളെ ആശ്രയിച്ചുള്ള ചോദ്യങ്ങൾ, അതിൻ്റെ വിശദീകരണം എന്നിവ തയ്യാറാക്കുക എന്നാണ്. ഓക്കെ, അല്ലെങ്കിൽ an appreciation of the poetic devices that are used here ചോദിക്കാവുന്നതാണ്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. വേണമെങ്കിൽ an appreciation also can be expected from this. Now you go for the 3rd chapter, that is a quest for the theory of everything. This is a surprising chapter, in fact, in the sense that this is giving us, in a nutshell, the life and career of Stephen Hawking. Okay, throughout his life, he has been searching for one single theory which will explain the mystery of the universe. പ്രപഞ്ചത്തിൻ്റെ, കോസ്മോസിൻ്റെ ഒരു മിസ്റ്ററിയെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സിംഗിൾ തിയറി സാധ്യമാണോ എന്നാണ് സ്റ്റീഫൻ ഹോക്കിംഗ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് മുഴുവൻ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഈ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ സെർച്ച് ഫോർ ദ തിയറി ഓഫ് എവറിത്തിങ് എന്നായിട്ടുള്ളത്. അതായത് വാട്ട് ഈസ് ദ എൻഡ് ഓഫ് തിയററ്റിക്കൽ ഫിസിക്സ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ സ്റ്റീഫൻ ഹോക്കിംഗ് ചോദിക്കുന്നു. ബട്ട് ദ പോയിന്റ് ഹിയർ ഈസ്, ഇൻ ഫാക്ട് ഫിസിക്കലി സ്പീക്കിംഗ്, സ്റ്റീഫൻ ഹോക്കിംഗ് വാസ് നോട്ട് ക്വാളിഫൈഡ് ടു ആസ്ക് ദാറ്റ് ക്വസ്റ്റ്യൻ because he was literally a cripple. He was suffering from amyotrophic lateral sclerosis എന്ന മാരകമായ സ്പൈനൽ കോഡിനെ ബാധിക്കുന്ന അസുഖം ബാധിച്ച് ബെഡ് റിഡൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കേസിൽ ഒരു വീൽ ചെയർ റിഡൻ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. മാത്രമല്ല, ഹിസ് ബ്രത്ത് പൈപ്പ് ഹാസ് ബീൻ റിമൂവ്ഡ് ആഫ്റ്റർ എൻ ഇൻഫെക്ഷൻ ഓഫ് ന്യൂമോണിയ. ഹി കുഡൻറ്റ് ഈവൻ സ്പീക്ക്. ഹി വാസ് കമ്മ്യൂണിക്കേറ്റിംഗ് ഐഡിയാസ് യൂസിങ് എ മെഷീൻ. വോൾട്ടോസ് എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ എക്സ്പെർട്ട് തയ്യാറാക്കി കൊടുത്ത ഈക്വലൈസർ എന്ന് പറഞ്ഞിട്ടൊരു മെഷീൻ വെച്ചിട്ടാണ് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് പോലും ചെയ്തിരുന്നത്. But still, he has come up with great ideas of physics, and he has explained, the confusing theories and principles of physics very satisfactorily. അപ്പോൾ ഈ ഒരു മിറക്കിളിനെ കുറിച്ചിട്ടാണ്
the a quest for a theory of everything എന്നുള്ള സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ബയോഗ്രഫിക്കൽ എസ്സേ പറയുന്നത്. നിങ്ങൾക്കിവിടെ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഒരു പ്രൊഫൈൽ റൈറ്റിംഗ് ആണ്. സർട്ടൻ ഡീറ്റെയിൽസ് ഓഫ് എ പേഴ്സൺ വിൽ ബി ഗീവൺ, നോട്ട് നെസസറിലി ഓഫ് സ്റ്റീഫൻ ഹോക്കിംഗ്. വേണമെങ്കിൽ ഒരു സച്ചിൻ ടെണ്ടുൽക്കറെ കുറിച്ചോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്പോർട്സ് പേഴ്സണാലിറ്റിയോ അല്ലെങ്കിൽ മൂവി പേഴ്സണാലിറ്റിയോ ഒരു നാഷണൽ ഹീറോയെ കുറിച്ചുള്ള ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് തരും. ആൻഡ് യു ആർ എക്സ്പെക്റ്റഡ് ടു എക്സ്പ്ലെയിൻ ദോസ് ഡീറ്റെയിൽസ് ഇൻ ടു എ പ്രൊഫൈൽ. ഒരു വ്യക്തിചിത്രമായിട്ട് അതിനെ മാറ്റുവാനായിട്ടുള്ള ഒരു പ്രൊഫൈൽ ക്വസ്റ്റ്യൻ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, വെരി ഈസി ക്വസ്റ്റ്യൻ ടു. ഓക്കെ, ദെൻ കുഡ് യു കണ്ടക്ട് എ ഗ്രൂപ്പ് ഡിസ്കഷൻ ബ്രിങ്ങിങ് ഔട്ട് സർട്ടൻ പോയിൻറ്റ്സ്. Okay, what is more important, intellectual potential or willpower? What is more important in the career of a person? ഒരു മനുഷ്യൻ്റെ ബുദ്ധിവൈഭവമാണോ അതോ അയാളുടെ സ്ഥൈര്യം, മനസ്സിൻ്റെ സ്ഥൈര്യവും കറേജാണോ അയാളെ സംബന്ധിച്ച് പ്രധാനം എന്നുള്ള ഒരു ഡിസ്കഷൻ വെക്കുകയാണെങ്കിൽ വാട്ട് ഓൾ പോയിൻറ്റ്സ് യു വിൽ ബി സജസ്റ്റിംഗ് എന്നുള്ളതൊരു ചോദ്യമായിട്ട് ചോദിക്കാവുന്നതാണ്. യു വിൽ ബി ആസ്ക്ഡ് ടു ഗിവ് ഡൗൺ പോയിൻറ്റ്സ്. Okay, a speech can be made, a motivational speech to be delivered to a school assembly on the life of Stephen Hawking and his achievements ചോദിക്കാവുന്നതാണ്. ഓക്കെ, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിവിടെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. ആൻഡ് യു ഗോ ടു ചാപ്റ്റർ 2 and which is a chapter from Dr. APJ Abdul Kalam, I Will Fly. Dr. APJ Abdul Kalam was invited to inaugurate a function called the Shastrayan to propagate the idea of science among rural students. ആ ചടങ്ങിൽ വെച്ച് ഒരു ചെറിയ കുട്ടി അബ്ദുൽ കലാം സാഹിബ് ഒരു ചോദ്യം ചോദിക്കുന്നു. ഓക്കെ, that he is facing the problem of having no confidence at all, and how could he overcome this particular problem? And Dr. Kalam is suggesting a solution for this, and he is saying that the real solution for this problem is being oneself. If the boy could find out whatever was unique in him, he could be strong enough to face any challenge. ഒരാൾ അയാളുടെ ഉള്ളിൽ യുണീക്ക് ആയിട്ടുള്ള ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എലിമെൻറ്റിനെ കണ്ടെത്തുകയാണെങ്കിൽ he will be undefeatable എന്ന് പറയുന്നു. That is why Kalam is asking us to repeatedly say we are not meant to crawl, we are not meant to walk, we are meant to fly and we are meant to reach the sky എന്നൊരു പോസിറ്റീവ് മെസ്സേജാണ് ഈ ഒരു ചാപ്റ്റർ തരുന്നത്. Okay, you can expect essays and speech questions and letter writing questions, all direct questions from this chapter. Now go to the first chapter of this one, that is His First Flight by Liam O'Flaherty, and you are probably very familiar with this chapter since the chapter is the first chapter of the textbook. It is about a young seagull which was too afraid to fly, thinking that his wings were not strong enough to support him. അപ്പോൾ തനിക്ക് പറക്കുവാൻ കഴിയില്ല എന്ന് കരുതി തൻ്റെ കൂട്ടിൽ ഇരുന്നിരുന്ന ഒരു പാറയുടെ മുകളിലുള്ള, കടലിന് നടുവിലുള്ള ഒരു പാറയുടെ മുകളിലിരുന്ന കൂട്ടിലിരുന്ന ഒരു സീഗളിൻ്റെ, ഒരു കടൽ കാക്കയുടെ കഥയാണിത്. He was not prepared to fly, and unless he flew, he was going to starve to death. ഇത് അവന് അറിയുമായിരുന്നു. So his mother provoked him by showing him a piece of a fish. Tempted by this particular provocation, he just jumped up to catch that fish and he slipped into the sea. And in that falling down, he did fly. He did make his first flight. He spread his wings and he made his first flight. അപ്പോൾ ഇതാണ് ഈ കഥയുടെ ഒരു ജിസ്റ്റ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് പ്രിവെൻറ്റിങ് യു ഫ്രം ബീയിങ് കോൺഫിഡൻറ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓവർകമ്മിങ് ഫിയർ ഇസ് ദ സീക്രട്ട് ഓഫ് സക്സസ് ഇൻ ലൈഫ് എന്ന് പറയും. ഭയത്തെ മറികടക്കുക എന്നുള്ളതാണ് കോൺഫിഡൻസിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് യു ക്യാൻ ഓവർകം ഫിയർ, if you have a complete idea of yourself, your pluses and your strength, you probably will be strong and you probably will be making success in life എന്ന് ഈ കഥ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ്, എസ്സേ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. സേ സംതിങ് ലൈക്ക് പ്രിപ്പയർ എൻ എസ്സേ ഓൺ ഹൗ ദ പാരൻ്റൽ സപ്പോർട്ട് ഈസ് ഹെൽപ്പിംഗ് അസ് ടു ഓവർകം ദ ചാലഞ്ചസ് ഓഫ് ലൈഫ്. മാതാപിതാക്കളുടെ മോട്ടിവേഷൻ അല്ലെങ്കിൽ ഗൈഡൻസ് നമുക്ക് എത്രമാത്രം പ്രധാനമാണ് എന്നുള്ള രീതിയിൽ ഒരു എസ്സേ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. യു ക്യാൻ എക്സ്പെക്ട് ഡയറക്റ്റ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഫ്രം ദ ടെക്സ്റ്റ് or letters, writing a letter to a friend on the kind of parental influence, on the kind of motivation that elders are giving you, like teachers and parents are giving you to overcome the challenges of life. എന്നുള്ള രീതിയിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്, ലെറ്റർ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം.
ഓക്കെ, റൈറ്റിംഗ് എ സ്പീച്ച് ടു മോട്ടിവേറ്റ് യുവർ ജൂനിയേഴ്സ് ഇൻ ദ സ്കൂൾ, അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. സോ വി കം ടു സീ ദാറ്റ് both textual questions and non-textual questions are equally important. ടെക്സ്റ്റ് പുസ്തകം വളരെ പ്രധാനമാണ്, അതുപോലെ തന്നെ പ്രധാനമാണ് ടെക്സ്റ്റ് ബുക്കിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വരുന്ന, അതിനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്ന മറ്റ് ക്വസ്റ്റ്യൻസും. അപ്പോൾ നമ്മൾ ഈ രണ്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു ബി വെരി കോൺഫിഡൻറ്റ് അബൌട്ട് ദ ലാംഗ്വേജ് ദാറ്റ് വി ആർ യൂസിങ്. There should be clarity in the English that we are using. Grammatical correctness also should be there. There should be variety and individuality and style in your writing. നമ്മൾ എഴുതുന്നതിന് ഒരു ശൈലി വേണം. It should be beautiful. It should be impressive. വായിച്ചാൽ വളരെ ആസ്വാദികരമായി തോന്നുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഈ ഉത്തരങ്ങൾ തയ്യാറാക്കേണ്ടത്. ബ്രീഫായിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കണം, ടു ദ പോയിൻ്റ് ആയിരിക്കണം. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഈസി എക്സാം ആൻഡ് ദിസ് ഇസ് ഗോയിങ് ടു ബി എ സിമ്പിൾ എക്സസൈസ് ഫോർ യു ടു ടേക്ക് അപ്പ് ദിസ് എക്സാം. ഓക്കെ, സോ ഗോ ടു ദ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് ഗോ ടു ദ ചാപ്റ്റേഴ്സ് വൺസ് അഗെയിൻ, touch up the revision part, the exercise part, and you probably will be having a wonderful time when you are taking up this exam. I wish you all the best. Thank you.